മദീനയിൽ നിന്ന് മാർച്ച് നടത്തുന്ന സ്വഹാബാക്കൾ, പതിനായിരക്കണക്കിന് സ്വഹാബാക്കൾ അല്ലാഹു അക്ബറിന്റെ അമരധ്വനിയുമായി മക്കം ഫതഹിന് വേണ്ടി പോകുമ്പോ അവരുടെ വഴികളെ ക്രമീകരിക്കാൻ മുന്നിൽ നടന്ന സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറഞ്ഞൊരു സങ്കടമുണ്ട്, മുത്തുനബിയെ, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു നായ പ്രസവിച്ചു കിടപ്പുണ്ട്. അതിന്റെ 4 കുഞ്ഞുങ്ങൾ ആ അമ്മയോട് ചേർന്ന് പാല് കുടിക്കുന്നത് ഞങ്ങൾ കണ്ടു നബിയെ. ഈ പരിശുദ്ധമായ മക്കയെ കീഴടക്കാനുള്ള ആ മക്കം ഫതഹിന്റെ ആരവവുമായി, തക്ബീറിന്റെ അമരധ്വനിയുമായി പതിനായിരങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി സ്ട്രൈറ്റ് പിടിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ കാൽപ്പെരുമാറ്റത്തിന്റെ ഇടയിൽ, നമ്മുടെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ആ അമ്മ ഓടാൻ സാധ്യതയുണ്ട്, ആ നായ ഓടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ആ അമ്മയെങ്ങാലും നായക്കുട്ടി, അമ്മയെങ്ങാലും ആ നായെങ്ങാലും ഓടിക്കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞുങ്ങൾ ചിതറും നബിയെ. അതുങ്ങൾ കുടിക്കുന്ന പാല് കുടിക്കുന്നതിന് ശല്യമാകും നബിയെ എന്ന് പറയുമ്പോ സ്വഹാബാക്കൾക്ക് മുന്നിൽ അതിന്റെ നേതാവായ മുത്ത് റസൂലുള്ളാഹി തിരിഞ്ഞു നിന്നിട്ട് ഒരുപാട് ചുറ്റിപ്പണഞ്ഞ് നമ്മൾ ഇനിയും മക്കയിലേക്ക് പോകേണ്ടി വന്നാലും ഒരു നായയും അതിന്റെ കുട്ടികളും ഒരിക്കലും പരിതപപ്പെടരുത്, അവർക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് റൂട്ട് തിരിച്ചുവിട്ട ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ മധുരം വായിച്ചു. ഉസ്വത്തുൻ ഹസനയിലൂടെ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകാപരമായ അവിടുത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത്, ക്രമീകരിച്ചത്, അവിടുത്തെ കുടുംബത്തോട് കാട്ടിയ മാന്യത, അവിടുത്തെ കുടുംബത്തോട് കാട്ടിയ ബഹുമാനം, അവിടുത്തെ വീട്ടിൽ അവിടെ നടത്തിയ ഇടപെടലുകൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളാനുണ്ട്, എത്രമാത്രം പഠിക്കാനുണ്ട്. നമുക്കറിയാം മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ, അവിടുത്തെ ദഅവത്തിന്റെ തിരക്കുകൾക്കിടയിൽ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിയ കുടുംബത്തോടുള്ള ആദരവ്. ഹബീബ് വീട്ടിൽ വന്നാൽ സമയത്ത് 3ആയിട്ട് വിഭജിക്കുമായിരുന്നു അത്രേ. വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ്, ദഅവത്ത് കഴിഞ്ഞ്, സബക്ക് കഴിഞ്ഞ്, റസൂലുള്ളാഹിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയ റോൾ മോഡലായി കാണേണ്ട മുത്ത് റസൂലുള്ളാഹി അവിടുത്തെ ജീവിതത്തെ 3ആയിട്ട് തിരിക്കും. അതിലൊന്നാമത്തേത്, തന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വീടുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കും. മറ്റൊരു ഭാഗം നമുക്കറിയാം വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി, വീട്ടിലെ ഭാര്യമാരോട്, മക്കളോട്, കുടുംബാദികളോട്, അവരെ ചേർത്ത് നിർത്തലോട്, പേരക്കുട്ടികളോട്, അയൽവാസികളോട്, തന്റെ സഹചരങ്ങളോട്, വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളോട് കാണിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും കൃത്യമായ രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ക്രമീകരിക്കും. മറ്റൊരു ഭാഗം തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഡ്രസ്സിന്റെ വിഷയത്തിൽ, ആരോഗ്യത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, തന്റെ ശുചീകരണത്തിന്റെ വിഷയത്തിൽ ഒക്കെയും റസൂലുള്ളാഹി തങ്ങൾ കൃത്യമായി ജീവിതത്തെ ക്രമപ്പെടുത്തും. അങ്ങനെ ഏറ്റവും മാതൃകാപരമായ ഉസ്വത്തുൻ ഹസന നിശ്ചയമായും മുത്ത് റസൂലുള്ളാഹിയിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരമക്കളെ തലോടിയിട്ട് എത്ര നാളായി? സ്വന്തം ഭാര്യയോട് തലയിൽ സന്തോഷത്തോടുകൂടി ഒന്ന് കൈവെക്കാൻ നമ്മളിപ്പോ നമ്മുടെ ഈ കൈവെള്ളയിലുള്ള മൊബൈലിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ തലോടുന്ന ആരെയാണ്? ഞാൻ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും കൂടുതൽ തലോടുന്ന ആരെയാണ് അല്ലേ? സമയം കിട്ടിയാൽ ഇപ്പോൾ പല ആളുകളും തലോടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. നമുക്കൊരു സെക്കൻഡ് കിട്ടിയാൽ, ഇപ്പൊ പുതിയ ഗവേഷണ പ്രകാരം മാന്യമായിട്ട് നല്ല രൂപത്തിൽ ബാത്റൂമിൽ പോയിരിക്കണമെങ്കിൽ പോലും ഇപ്പൊ ആളുകൾ മൊബൈലിന് അടിമപ്പെട്ടൊരു കാലമാണ്. അല്ലാഹു കാക്കട്ടെ അല്ലേ? നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ചില ആളുകൾ കുത്തിയിട്ട് ഫോണായിട്ടാണ് പോവുക. അവനറിയില്ല ഇതൊക്കെ ക്രമീകരണങ്ങളൊക്കെ നടന്ന് കഴിയുമ്പോഴേക്ക് 10-15 മെസ്സേജും അതിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന അത്രമാത്രം അടിമത്വം രൂപപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. ആ രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വളരെ ദയനീയമായ അപജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ ഇവിടെ പഠിച്ച ഉസ്വത്തുൻ ഹസനയിലൂടെ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മഹനീയമായ മാതൃക
റസൂലുള്ളാഹിന്റെ മനുഷ്യകാവ്യം, പൂർണ്ണതയുടെ മനുഷ്യകാവ്യം ഇവിടെ സെമിനാർ അവതരിപ്പിച്ചു. അതിൽ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകൾ, റസൂലുള്ളാഹി കർഷകർക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി, വ്യവസായികൾക്ക് വേണ്ടി എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് സ്പർശിച്ചു. നമ്മൾ വായിച്ചു റസൂലുള്ളാഹിന്റെ മധ്യമ നിലപാട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്നത് ഉമ്മത്തുൻ വസത, നിങ്ങളും മിതവാദികളാകണം, അതിതീവ്രവാദികളാകരുത്, തീപ്പൊരികളാകരുത് എന്നാണ്. നിങ്ങൾ മധ്യമ നിലപാടുള്ളവരാകണം. എല്ലാ വിഷയത്തിലും മധ്യമ നിലപാട്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഇവിടെ പരാമർശിച്ചു കാണും. ഒരാൾ ഇമാമ് നിന്നാൽ എങ്ങനെയാകണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരിയിൽ വന്നിട്ട് ഒരു സ്വഹാബി വന്ന് പരാതിപ്പെട്ടു, നബിയെ, ഇന്നാൾ ഇമാമ് നിന്നാൽ ഞാൻ നിൽക്കൂല. മൂപ്പര് ഇമാമത്ത് നിന്നാൽ സുബഹിക്കൊക്കെ സൂറത്തുൽ ബഖറയൊക്കെ ഫുള്ള് ഓതും അല്ലേ? നിന്ന നിപ്പിൽ ഉറങ്ങും, കുനൂത്തിൽ ഉറങ്ങും, സുജൂദിൽ ഉറങ്ങും. അങ്ങനെയുണ്ട്. ചില ആളുകൾ ഫുള്ള് പഠിച്ചതൊക്കെയും പാരായണം ചെയ്യാനുള്ള വേദികളായി ദുആഇന്റെ വേദികളെ, ഇബാദത്തിന്റെ സദസ്സുകളെ, ആരാധന കർമ്മങ്ങളെ മാറ്റിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിൽ ശകാരിച്ചുവത്രേ. ആരാണ് ഇത്രയും വലിയ സൂറത്തോതാൻ പറഞ്ഞത്? തന്റെ പിന്നിൽ വൃദ്ധന്മാരായ ആളുകളില്ലേ, ചെറിയ കുട്ടികളില്ലേ, രോഗികളായ ആളുകളില്ലേ, അവരെ ഒക്കെ കൃത്യമായി പരിഗണിക്കുന്ന രൂപത്തിലാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് എന്ന മധ്യമ നിലപാട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അനുചരന്മാർക്ക് പഠിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെ കൃത്യമായി അനാവരണം ചെയ്ത ഒരു സദസ്സാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതിയ ലോകം വരവേൽക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ ഈ 2025 നമുക്കറിയാം, കാലിഫോർണിയയിൽ നിന്ന്, വാഷിംഗ്ടണിൽ നിന്ന് ലോകോത്തര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. എന്താണ് വാർത്തയെന്നറിയുമോ? ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലുമായി ചേർന്ന് വാഷിംഗ്ടൺ സിറ്റിയിൽ നിന്ന്, കാലിഫോർണിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ അടുത്ത കാലത്ത് ഈ 2-3 മാസത്തിന്റെ ഇടയിൽ 5000-ത്തിലധികം വരുന്ന നവജാത ശിശുക്കൾക്ക് അവിടെയുള്ള ആളുകൾ, ക്രൈസ്തവ മതത്തിലെ വിശ്വാസികൾ പോലും ഇട്ടിരിക്കുന്ന പേര് മുഹമ്മദ് എന്നാണ്, മുജ്തബ എന്നാണ്, മുർത്തദ എന്നാണ്, യാസീൻ എന്നാണ്, ത്വാഹ എന്നാണ്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണത്രേ. കർത്താവായ യേശുദേവന്റെ കുരിശാരോഹണത്തെ ചിത്രീകരിക്കുന്ന കൊന്തമാല സ്വന്തം മാറിലേക്ക് ചേർത്തുവെച്ച ക്രൈസ്തവരായ സഹോദരന്മാർ പോലും സ്വന്തം മക്കൾക്ക് തെരഞ്ഞെടുക്കുന്ന പേര്. ലോകം മുഴുവനും വിളിച്ചു പറയുന്നു, 2050 ആകുമ്പോഴേക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏതെങ്കിലും ഒരു നേതാവിനെ ഡിപ്പെൻഡ് ചെയ്ത് റോൾ മോഡലായി അംഗീകരിക്കുവാൻ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹിയെ കുറിച്ചുള്ള പഠനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതവും അവിടുന്ന് പഠിപ്പിച്ച മാനുഷിക മൂല്യങ്ങളും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റസൂലുള്ളാഹിക്ക് തത്തുല്യമായി അന്യൂനരായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടുത്തെ ജീവിതം കൃത്യമായി രേഖപ്പെട്ടതുപോലെ ഒരു രേഖ ലോകത്ത് കാണാൻ കഴിയില്ല. മുത്തു റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പാഠം പഠിക്കാൻ കഴിയുന്നത് പോലെ ഒരു പഠനം നമുക്ക് കാണാൻ കഴിയില്ല. അവിടുന്ന് എങ്ങനെ എഴുന്നേറ്റു, എങ്ങനെ ചിരിച്ചു, എങ്ങനെ നടന്നു, ഏത് രൂപത്തിൽ വസ്ത്രം ധരിച്ചു, ഏത് രൂപത്തിൽ മലമൂത്ര വിസർജനം ചെയ്തു, ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് മുടി ചീകി, അവിടുന്ന് ബ്രഷ് ചെയ്തു, അവിടുന്ന് ജീവിതത്തിൽ ഏതൊക്കെ ക്രമങ്ങൾ നടത്തിയോ അതൊക്കെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച ഒരു നേതാവുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളാണ്. ഇത് പറയുന്നത് സഹീഹുൽ ബുഖാരിയല്ല, മുസ്ലിമല്ല, തുർമുദിയല്ല, ഇബ്നു മാജയല്ല, നസായിയല്ല, സിയാഉസ് സിത്തയിലെ റിപ്പോർട്ടല്ല. നമുക്കറിയാം, ചരിത്രം കണ്ട ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ പ്രധാനിയാണ് കാർലിൻ എന്ന് പറയുന്ന ചരിത്രകാരൻ.
പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം ലോകത്തിനു മുന്നിൽ സ്വാധീനം നടത്തിയ വലിയ വലിയ ആളുകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തി പഠനങ്ങൾ നടത്തി. ഓരോ വ്യക്തികളെ കുറിച്ചും പഠനം നടത്തിയിട്ട് അദ്ദേഹം പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ചരിത്രത്തിൽ ഇത്രമാത്രം കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു നേതാവിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പരാമർശിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഹബീബുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ, വിലമതിക്കാൻ കഴിയാത്ത ഒരു അംഗീകാരമാണ്. അദ്ദേഹം പറയാണ്, മുത്തു റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ട് ഇത്രമാത്രം കൃത്യമായി പാരമ്പര്യം രേഖപ്പെട്ടൊരു നേതാവിനെ ലോകത്ത് കാണാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണത്തിൽ ചോദിക്കാം. ഈ കൂട്ടത്തിൽ സ്വന്തം വാപ്പയുടെ പേരറിയാവുന്ന എത്ര ആളുകളൊന്ന് കൈവക്കിക്കും? വല്യാപ്പാട നമുക്കൊക്കെ ഏകദേശം എല്ലാ ആൾക്കും ഒരു 1-2 ആളുകൾക്ക് അറിയില്ല. ഇനി കൈവക്കാൻ മടിയാതുകൊണ്ട് എനിക്കറിയില്ല. ഏതായാലും സദസ്സിലെ ഏകദേശം ഒരു 90% ആളുകൾക്കും വല്യാപ്പയുടെ പേരറിയാം. വല്യാപ്പയുടെ വാപ്പയുടെ പേരറിയാവുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്? എണ്ണം കുറഞ്ഞു. ഏകദേശം ഒരു 30% ആളുകൾക്ക് വല്യാപ്പയുടെ പേരറിയാം. അതിൻ്റെ അപ്പുറത്തെ വല്യാപ്പയുടെ പേര് എത്ര പേർക്കറിയാം? ശൂന്യമാണ്. സീറോ. ഇതേപോലെ നമ്മുടെ വല്യമ്മയുടെ പേര് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാൻ പറ്റും. വല്യമ്മയുടെ പേര് ചോദിച്ചാൽ അതും അറിയാൻ പറ്റും. വല്യമ്മയുടെ അപ്പുറത്തുള്ള വല്യമ്മയെ കുറിച്ച് ചോദിച്ചാൽ വളരെ കുറവാണ്. ഞാൻ കുറച്ചു നാൾ മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് മതപ്രസംഗത്തിന് പോയപ്പോൾ 7 വല്യപ്പന്മാരുടെ പേരറിയാവുന്ന ഒരാളുണ്ട്. എത്ര? വല്യപ്പാട. പഴയ അടിയാധാരമൊക്കെ പരിശോധിച്ചുള്ള ആളായിരിക്കും.